വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് നമ്മൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിലെ കുന്നിക്കോടിനടുത്തുള്ള വില്ലൂർ എന്ന സ്ഥലത്താണുള്ളത്. പഠനത്തിലും കായിക പ്രവർത്തനങ്ങളിലും ഒന്നാമത് തിളങ്ങി നിന്നിരുന്ന ബിജിൻ ബാബു എന്ന 8 വയസ്സുകാരന് അപൂർവ രോഗം പിടിപെട്ടിരിക്കുന്നു. മസിലുകൾ കട്ട പിടിക്കുന്ന മസ്കുലർ ഡിസ്ട്രോഫി എന്ന അസുഖമാണ് പിടിപെട്ടിരിക്കുന്നത്. ഇതിന് ഒരു ഡോസ് മരുന്നിന് തന്നെ ഏകദേശം 36 കോടി രൂപ വരുമെന്നാണ് ഡോക്ടർമാർ അവകാശപ്പെടുന്നത്. ഈ ഒരു തുക കണ്ടെത്താനോ അല്ലെങ്കിൽ ഇപ്പോൾ തുടർ ചികിത്സ നടത്താനോ പറ്റാത്ത അവസ്ഥയിലാണ് കുടുംബം ഉള്ളത്. നമ്മുടെ എല്ലാവരുടെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, പരമാവധി സഹായിക്കുക. ഞാൻ കൊട്ടാരക്കര വില്ലൂർ എന്ന സ്ഥലത്താണ്. എൻ്റെ മോൻ്റെ ചികിത്സയുടെ കാര്യത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇറങ്ങി വരുന്നത്. എൻ്റെ മോൻ്റെ അസുഖം എന്ന് പറഞ്ഞാൽ എനിക്ക് പേര് പറയാൻ അറിയത്തില്ല, പക്ഷെ DMD എന്ന് പറയും. അത് നരമ്പ്, അവൻ്റെ മസിലുകൾ ഇങ്ങനെ കട്ടിയായി ബ്ലഡ് ഔട്ട് നിന്ന് പോകുന്നതാണ് എൻ്റെ രോഗം. അത് ഞങ്ങൾ കുറെ ചികിത്സിച്ചു. കിംസിലും വിജയസിലായിട്ടാണ് ഞങ്ങൾ പോയി ഇത് അറിഞ്ഞത്. കിംസിൽ ചെന്നപ്പോഴാണ് ഈ രോഗത്തിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കഴിഞ്ഞത്. അതിന് കുറെ ടെസ്റ്റുകൾ നടത്തി, ജനറ്റിക് ടെസ്റ്റിന് വേണ്ടി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അത് നടത്തി കഴിഞ്ഞപ്പോഴാണ് ഈ അസുഖം എന്താണെന്ന് ഞങ്ങൾ അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ നാൾ അങ്ങനെ മരുന്നും ഇതിലായിട്ടൊക്കെ ആയി. ഞങ്ങൾ സാമ്പത്തികമായിട്ട് പുറമോട്ടായതുകൊണ്ട് ഞങ്ങൾ ചികിത്സിക്കാൻ പോയില്ല. പിന്നീട് എന്തായാലും ഈ അസുഖം വീണ്ടും നമുക്കറിയണം, പിന്നെയും തുടർന്ന് വീഴുവാണ് കുഞ്ഞ്. സ്കൂളിലൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങ് നടന്നു പോകുന്ന യോക്കിനെ അങ്ങ് മുട്ട് അടിച്ചിട്ടായിട്ട് അങ്ങ് വീണ് കുറെ അതായി കഴിഞ്ഞാൽ വീണ്ടും ഞങ്ങൾ കിംസിൽ തന്നെ ചെന്ന ഡോക്ടറിന്റെ അടുത്ത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അന്നേരം കുറെ ടെസ്റ്റുകളും മരുന്നുകളും ഒക്കെ തന്നു. പിന്നെ അവന്റെ ബ്ലഡൊക്കെ എടുത്ത് നമ്മുടെ ബാംഗ്ലൂരാണ് അയച്ചത്. അപ്പൊ അവിടുന്നാണ് ഈ രോഗത്തിന്റെ പൂർണ്ണത ഞങ്ങൾക്ക് മനസ്സിലായതും. ഇപ്പൊ അവിടുത്തെ ചികിത്സയാണ്. ആദ്യം ഞങ്ങൾ പോയി മോന്റെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടത്തി. ഇപ്പൊ വീണ്ടും അടുത്ത മാസം ഞങ്ങൾക്ക് വരുന്നല്ലേ ഞങ്ങൾ പോവുകയാണ്. 22-ാം തീയതിയാണ് മോനെ കൊണ്ട് പോകേണ്ടത്. അതിന് കുറെ തുക കണ്ടെത്തേണ്ടി വരും. അവിടെ ഞങ്ങൾക്ക് ഈ ഒരു ഡോസ് മരുന്നിന് ഞങ്ങളിൽ താങ്ങാൻ വയ്യാത്ത ഒരു തുകയാണ് അവർ പറയുന്നത്. പക്ഷെ അത് ഞങ്ങളെ കൊണ്ട് അത് കഴിയില്ല. അത് എന്റെ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇപ്പൊ കൈ നീട്ടുന്നത്. എന്റെ കുഞ്ഞിനെ എല്ലാവരും നിങ്ങളുടെ ഓരോരുത്തരുടെയും വീട്ടിലെ മോനായോ അനിയനായോ കരുതി നിങ്ങളിൽ കഴിയാവുന്നതില് 1 രൂപയെങ്കിലും തന്ന് എന്റെ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണം. ഞങ്ങൾക്ക് ഇനി പോകണമെങ്കിൽ പോലും ഞങ്ങളുടെ കയ്യില് അത്രയ്ക്കുള്ള തുക കണ്ടെത്താനോ, ഇപ്പൊ ഇനി 22-ാം തീയതി ഞങ്ങൾക്ക് പോകണമെങ്കിൽ പോലും ഞങ്ങളുടെ കയ്യിൽ അത്ര സാമ്പത്തികമായിട്ട് ഞങ്ങളുടെ കയ്യിൽ എത്തിയിട്ടില്ല. ഇപ്പോഴാണ് ഈ ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ഈ രോഗം അറിയുന്നത് തന്നെ ഈ ഒരു മീഡിയ കുറെ വന്ന് പോയി വരുമ്പോഴാണ് അറിയുന്നത്. അല്ലാതെ ഞങ്ങളാരും ഇതിനകത്തെ കുറിച്ച് ആരോടൊന്നും പറഞ്ഞിട്ടില്ല. എന്തുവാണെന്നും ഞങ്ങൾക്കും അറിയത്തില്ലായിരുന്നു ഇതെന്താണ് എന്നുള്ളതൊന്നും. ഞങ്ങളുടെ കുഞ്ഞിനെ കാണുമ്പോൾ അവന്റെ നടത്ത് അവന് സ്കൂളിൽ പോകണം എന്നും ഭയങ്കര ഇതാണ്, എനിക്ക് സ്കൂളിൽ പോകണം എന്നുള്ളത്. പക്ഷെ ഞങ്ങൾ മറ്റുള്ള കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എന്റെ കുഞ്ഞ് ഹോസ്പിറ്റലില്ല. ഇപ്പൊ ഈ 2-3 ദിവസമേ ഉള്ളൂ. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് സ്കൂളിൽ പോകുന്നില്ല. ഇന്നലെ ഒന്ന് വിട്ടെങ്കിൽ ഉച്ചയായിട്ട് വേണ്ട ഒരു ടെസ്റ്റിന്റെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾ കൊണ്ടുപോയി. ഇന്നും ഞങ്ങൾ സ്കൂളിൽ വിട്ടില്ല. ഇന്നും മോനൊരു ടെസ്റ്റും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞങ്ങൾ പോയിട്ട് വന്നതാണ്. പിന്നെ മോന് നടക്കുന്നതിന് ഒത്തിരി ഇപ്പം കുറെ ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ നട്ടുകളൊക്കെ ഇത്തിരി വളഞ്ഞു ഇരിക്കുവാണ്. അതിനൊരു കസേര ഡോക്ടർ പറഞ്ഞായിരുന്നു. ഞങ്ങൾ പോയിട്ട് ഇപ്പൊ 3 മാസമായി. ഇതുവരെ ഞങ്ങൾക്ക് ആ കസേര വാങ്ങിക്കാനുള്ള സാമ്പത്തികമൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു ഷൂവിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങളെല്ലാം ഒരു തുക കണ്ടെത്തി ഞങ്ങളത് കൂലിവേല ചെയ്യുന്ന ആ ഷൂ ഞങ്ങളിത് വാങ്ങിച്ച്. അത് ഷൂ കൊണ്ട് കാണിക്കട്ടെ സാറേ. ഇതാണ്, അത് നൈറ്റാണ് ഇടുന്നത്. ഈ ഷൂ ആണ് നൈറ്റ്. മോനത് ഇടാൻ ഭയങ്കര പ്രയാസമാ. എങ്കിൽ പോലും ഞങ്ങളത് കുഞ്ഞിന്റെ ആ കാലിന് ഒരു ബലം കിട്ടാൻ വേണ്ടി ഞങ്ങളത് ഇട്ട് കൊടുക്കുക.
ഇപ്പൊ സ്കൂളിലൊക്കെ പോകുമ്പം രണ്ടുപേരുടെ സഹായം ഇല്ലാതെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഞങ്ങളുടെ അടുത്തുള്ള അവരുടെ കൂട്ടുകാരാണ് കൈ പിടിച്ച് മോനെ സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ചെറുപ്പൊന്നും കയറാൻ പറ്റത്തില്ല. പക്ഷെ കുഞ്ഞ് 3.5 വയസ്സ് തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയതാണ് കുഞ്ഞിന്. അന്നൊന്നും കുഴപ്പം. ഈ കൊറോണ വന്ന ശേഷമാണ് കുഞ്ഞിന് കൂടുതലായി വീഴ്ച കണ്ടപ്പം പറഞ്ഞ അമ്മാവി പെട്ടെന്ന് ഈ കുഞ്ഞിന് എവിടെയെങ്കിലും ആശുപത്രി കൊണ്ടുപോകണം, വെച്ചുകൊണ്ടിരുന്ന പൊടിക്കുഞ്ഞല്ലേ, ഒരു ആൺകുഞ്ഞ്, ഞാൻ എവിടെയെങ്കിലും കൊണ്ട് രക്ഷപ്പെടുത്താം എങ്ങനെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് അമ്മാവിയൊക്കെ ആശുപത്രി കൊണ്ടുപോയി. പെട്ടെന്ന് ഈ രോഗം കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് പിന്നെ അതിന് പുറയുള്ള കാര്യങ്ങൾ കേട്ടപ്പോൾ നമുക്ക് അത് കേൾക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിപ്പോയി. അത് നമ്മളെ ആർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു, ഡോക്ടർമാർ പറഞ്ഞത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണ്. അത് ഞാൻ അങ്ങനെ പറയാതെ അമ്മ ഇരിക്കുന്ന സമയത്ത് അമ്മയുടെ കേൾക്കാൻ എനിക്ക് പറയാനുള്ള ഇതില്ല. പക്ഷെ അത് എനിക്ക് ഹൃദയത്തിന് ഭയങ്കര ഒരു വേദനയായിപ്പോയത്. പിന്നെ രോഗം എല്ലാവരും സഹായിച്ച കുഞ്ഞിനെ ജീവ രക്ഷിച്ചെടുക്കുക, അത്രേ പറയാൻ എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ മകനാണ് ബിജിൻ ബാബു. ഈ രോഗത്തിന്റെ പേര് ഡുഷൻ മസ്കുലർ ഡിസ്ട്രോഫി എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എത്ര നാളായിട്ട് ചികിത്സ തുടങ്ങിയിട്ട്? ഇപ്പൊ 1 മാസമായതേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ മാസമാണ് നമ്മളിവിടെ ബാംഗ്ലൂർ പോയത്. നമ്മളിപ്പോ ആളിയനൊക്കെ ഈ ചെറുക്കനെ കൊണ്ട് കിംസിലാണ് കാണിച്ചത്. കിംസിലെ ഡോക്ടറാണ് പറഞ്ഞത് ഇതുപോലെ ഇന്ന രോഗമാണ്. ആ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ബാംഗ്ലൂർ പോയി അന്വേഷിക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഡോക്ടറിന്റെ പേരൊക്കെ നമുക്ക് തന്നത്. അവിടെ പോയി നമ്മൾ പോയി ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കൊണ്ട് പോയി ചെറുക്കന് ഈ ഒരു അസുഖമെന്ന് പറഞ്ഞു. പിന്നെ അവർ പിന്നെ കുറെ ടാബ്ലറ്റ് ഒക്കെ തന്നു, കുറെ ഗുളിയൊക്കെ തന്നു. പിന്നെ 3 മാസത്തേക്കുള്ള അടുത്ത മാസം 21-ാം തീയതിയാണ് നമ്മൾ ഇനി തുളസി പോകേണ്ടത്. അതേപോലെ ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു 3. ഈ മരുന്നിന്റെ വില 34 കോടി രൂപയാണ്. ഈ അസുഖത്തിന്റെ മരുന്നാണ്. പക്ഷേ ഇതിപ്പം നമുക്ക് ഇത്രയും ഇവിടെ നമ്മുടെ അളിയനൊക്കെ കൂലിപ്പണിക്ക് പോകുന്നുണ്ട്. ഇത്രയും കൂട്ടിയാൽ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നാട്ടിലെ കേരളത്തിലെ ഈ ജനസമൂഹത്തോട്, ഈ കേരളത്തിലെ മലയാളികളോട് നമ്മൾ ഈ കുഞ്ഞിന്റെ ചികിത്സത്തിന് വേണ്ടി ഒരു സഹായം തരണമെന്ന് ഞങ്ങൾ പ്രത്യേകിച്ചു.